ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാം. ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉലുവ, കുറച്ച് വിനീഗറും വെളിച്ചെണ്ണയും ചേർത്ത് നല്ലോണം അരച്ചെടുത്ത് നമ്മുടെ മീനിലേക്ക് നല്ലോണം പുരട്ടി വയ്ക്കുക. പിന്നെ പൊള്ളിച്ചതായതുകൊണ്ട് വാഴയില ഒന്ന് വാട്ടിയെടുക്കണം. നമ്മുടെ കരിമീൻ മസാല പുരട്ടിയത് ഒരു 1 ഹവറെങ്കിലും മിനിമം മാരിനേഷന് വേണ്ടി മാറ്റി വയ്ക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയ്ക്ക് നല്ലത്. ഇനി നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയ പ്രിപ്പറേഷനാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ചുവന്നുള്ളി, വറ്റൽമുളക് എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റുക. അതൊന്ന് ആറിക്കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കുക. വെളിച്ചെണ്ണ ബാക്കി വരുന്ന അതേ പാനിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, തക്കാളി എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റണം. ഇതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കുക. എണ്ണ തെളിയുന്നത് വരെ ഈ മസാല നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നല്ലോണം അത് വഴണ്ട് വരണം. അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും ഒരൽപ്പം ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുക. മീൻ പൊള്ളിച്ചതിലേക്കുള്ള ഈ മസാല ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇനി ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച കരിമീൻ നല്ലപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഈ ഫ്രൈ ചെയ്ത മീൻ മാറ്റി വയ്ക്കാം. മീൻ വറുത്ത എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാല ഞാൻ ഒന്നും കൂടി ഇടുകയാണ്. ഇപ്പോൾ ഈ മസാലയ്ക്ക് നമ്മുടെ കരിമീൻ്റെ ഒരു ചെറിയ ഫ്ലേവറൊക്കെ ചേർന്ന് വരും. ഈ സമയത്ത് നല്ല തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലായിരിക്കും നല്ലത്. അങ്ങനെ നമ്മുടെ കരിമീൻ വറുത്തതും തയ്യാറാക്കിയ മസാലയും ഒക്കെ നമ്മൾ എടുത്തു വെച്ച് ഇനി കരിമീൻ പൊള്ളിച്ചത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ നല്ല പോലെ വാട്ടിയെടുത്ത വാഴയിലേക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് കരിമീൻ വറുത്തത് വെച്ച് കൊടുക്കുന്നു. അതിൻ്റെ മുകളിൽ അല്പം മസാല കൂടെ തേച്ച് നല്ലപോലെ ഇതിനൊന്ന് പാക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് നൂല് വെച്ച് കെട്ടിക്കൊടുക്കുക. പിന്നെ ഞാനൊരു മണ്ണിൻ്റെ തവയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഈ കരിമീൻ പൊള്ളിച്ചതിൻ്റെ പൊതികൾ ഓരോന്നായി വെച്ച് കൊടുത്ത് നന്നായി ചുട്ടെടുക്കണം. നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക എല്ലാവരും കരിമീൻ പൊള്ളിച്ചത് എന്തായാലും കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ പ്രിപ്പറേഷൻ നിങ്ങളാരും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പം എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നല്ല സൂപ്പർ കരിമീൻ പൊള്ളിച്ചതാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി. അപ്പോൾ എങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമൻസ് ഒന്ന് ഇതിൽ കൊടുത്തേക്കണേ. അടുത്ത എൻ്റെ അടിപൊളി പരീക്ഷണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.